നീ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴും അങ്ങനെയൊക്കെ. നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞ ഞാൻ വെറുതെ ഇരിക്കില്ല കേട്ടോ. അല്ലാന്നേ, നിങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതല്ലേ, ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല അല്ലേ? ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഇത് നിങ്ങൾ സഹായമൊന്നും പറയരുത്, എന്റെ കർത്തവ്യോ. ജനിപ്പിച്ച ദൈവം തന്നെ എന്തെങ്കിലും വഴി കാണാതിരിക്കുവോ? നിങ്ങൾ വെറുതെ ചിന്തിക്കണ്ട. വരൂ വരൂ, വന്ന് ഭക്ഷണം കഴിക്കാം. അച്ഛന്റെ റിട്ടയർമെന്റ് എന്നാന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. അച്ഛനും അമ്മയും അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആദ്യം തന്നെ റിട്ടയർമെന്റ് എപ്പോഴാന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അച്ഛന് സർപ്രൈസ് എങ്കിലും കൊടുക്കായിരുന്നു. അച്ഛനെ പറ്റി നിനക്ക് അറിയില്ല മോളെ. അച്ഛൻ അങ്ങനെയുള്ള ആളല്ല. അവർക്ക് അങ്ങനെയൊന്നും വിഷമം ഉണ്ടാവില്ല. അവരുടെ മനസ്സ് നമ്മൾ വിചാരിക്കുന്നതിലും വലുതാ. മക്കള് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വാശിയൊന്നുമില്ല. എനിക്ക് എന്റെ മക്കൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അവരാലോചിക്കുക. പക്ഷെ നമ്മളും അവരെ കുറിച്ച് ആലോചിക്കണമായിരുന്നു. ഉറപ്പായിട്ടും അതിനേക്കാളും വലുതായിട്ട് വേറെ എന്ത് ജോലിയാ നമുക്കുള്ളത്? ഇത് ആദ്യം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്യായിരുന്നു. അച്ഛൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കായിരുന്നു. അച്ഛന് സന്തോഷമാവുന്ന പോലെ ഒരു ചെറിയ പാർട്ടിയും നടത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ഒന്നിനും സമയമില്ല. എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ അഡ്വാൻസ് എങ്കിലും ചോദിച്ചു വാങ്ങായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ജോലിയുമില്ല, കയ്യില് കാശുമില്ല. എന്താ ചെയ്യണ്ടേന്ന് പോലും എനിക്കറിയില്ല. അയ്യോ, നീയായിരുന്നു ഞങ്ങളുടെ ധൈര്യം. നീയും കൂടി ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞങ്ങൾ എന്താടി ചെയ്യുന്നേ? അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. എന്ന് വെച്ചാൽ അച്ഛൻ വിഷമത്തോടെ റിട്ടയർ ആവണമെന്നാണോ? അവരുടെ ഓഫീസിൽ ഒരു ഫംഗ്ഷനും ഇല്ല. പാവം. അച്ഛന്റെ റിട്ടയർമെന്റിന് സൂട്ട് വാങ്ങണം എന്നുള്ള സ്വപ്നം അതെനിക്ക് വെറും സ്വപ്നമായിട്ട് അവശേഷിക്കുക. ഒരു കോൾ ചെയ്താലോ? വേണ്ട വേണ്ട, ഒരു കോൾ ചെയ്തപ്പോ എന്താവാനാ? വേണ്ട വേണ്ട. പക്ഷെ അവളുടെ ശബ്ദം കേൾക്കാൻ തോന്നുന്നു എനിക്കിപ്പോ. എടി മുതുക്കി, ഒരു ഐഡിയ. എന്താ ഐഡിയ? നമുക്ക് വേദാന്തേട്ടന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാലോ? ഒന്ന് വെറുതെ ഇരിക്കെ. ഇപ്പൊ എന്തിനാ അവരുടെ കാര്യമൊക്കെ? വേദാന്തിനോട് നമുക്ക് ഹെൽപ്പ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അതെന്താ ചോദിച്ചാല്? നമുക്ക് വേറെ ആരാ ചോദിക്കാനുള്ളത്? അതൊക്കെ എന്താണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയെ ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ ഹെൽപ്പ് ചോദിച്ചാൽ അവര് നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? ഇപ്പോഴത്തെ സാഹചര്യം ശരിയല്ലായിരിക്കും. പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ ഈ സാഹചര്യം. പോകെ പോകെ എല്ലാം ശരിയാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ചോദിക്കാം. പക്ഷെ അച്ഛൻ വീണ്ടും റിട്ടയർ ആവില്ലല്ലോ. കഴിഞ്ഞു പോയ സമയം തിരിച്ചു കിട്ടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് സെലിബ്രേറ്റ് ചെയ്താ പിന്നെ ഒരു സന്തോഷം കിട്ടില്ല. നീ വെറുതെ അഞ്ജുവിനെ പോലെ സംസാരിക്കല്ലേ. എനിക്കിപ്പൊ നീ പറയുന്ന ഒരു കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ഒടുക്കമെല്ലാം കഴിഞ്ഞ ശേഷം അന്ന് നമ്മൾ സഹായം ചോദിച്ചിരുന്നെങ്കിൽ എല്ലാം എത്ര നന്നായനെ. വലിയ തെറ്റായി പോയി ചെയ്തതെന്നൊന്നും തോന്നാൻ പാടില്ലല്ലോ. അമൂല്യെ വിളിക്കുന്നതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. നോ പ്രോബ്ലം. അവളുടെ അനിയത്തിയെ വിളിക്കാലോ? ഇവിടെ നോക്ക്, ഇഷ്ടമുള്ളവരുടെ മനസ്സറിയെന്ന് പറയില്ലേ, അതുപോലെ ഇപ്പൊ നോക്ക് നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെയുണ്ടെന്ന്. നീ സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോ തന്നെ നീ കോൾ ചെയ്യാൻ റെഡി ആയിരിക്കുക. ഹലോ. ഹായ് അതിഥി, സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെ വിശേഷം? ആ ചേട്ടാ, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാ. ചേട്ടന് സുഖമാണോ? കോൾ ചെയ്തത് ഇവിടെ ആണെങ്കിലും എനിക്ക് ആവശ്യം അമൂല്യല്ലേ. ആ കഴുതയെ പറ്റി എങ്ങനെ ചോദിക്കുക? ഹലോ ചേട്ടാ, കേക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് മോളെ. ഞങ്ങൾക്കൊക്കെ സുഖമാണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾക്കൊക്കെ സുഖമാണോ, എന്തൊക്കെയാ വിശേഷം എന്നാ. ചേട്ടാ, ഞാൻ ചേച്ചിയെ കൂടെ ചേർത്താ എല്ലാവർക്കും സുഖമാണെന്ന് പറഞ്ഞേ. എന്താ പറ്റേ? ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ഈ ജനറേഷനിലെ പിള്ളേര്
നമ്മളെക്കാളും ഫാസ്റ്റ് ആണല്ലോ. ഹലോ ചേട്ടാ, വീണ്ടും വോയിസ് കേൾക്കുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ അതോ ഷോക്ക് ആയതാണോ? ഞങ്ങൾ ഇപ്പൊ കുറച്ച് ബിസിയാ. അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം പിന്നെ വിളിച്ചാ മതി. അത് ശരി, ആ കഴുതക്കുട്ടി അവിടെ തന്നെ ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു കേട്ടിട്ടുണ്ടാവും. നീ ഇപ്പൊ കട്ട് ചെയ്ത എനിക്കെന്താ? നീ കട്ട് ചെയ്താലും ഞാൻ വിളിച്ച ആവശ്യം നടന്നില്ലേ മോളെ? എനിക്ക് അത്രയും മതി. ഞാനിപ്പൊ കോൾ ചെയ്തതേ നിന്റെ വോയിസ് കേൾക്കാനാ. അത് ഞാൻ കേട്ടല്ലോ. നമ്മളോടാണ് അവളുടെ കളി. വേദാന്തേ, വേദാന്തേ, ആ മുത്തശ്ശി. ഭക്ഷണം കഴിച്ചോ മോനെ? ഇല്ല മുത്തശ്ശി, ഞാനൊരു ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടായിരുന്നു, അത് പ്രിപ്പയർ ചെയ്യായിരുന്നു. വേദാന്തേ, നിന്റെ അമ്മൂമ്മയായിട്ട് ഒരു കാര്യം പറയാൻ പറ്റൂന്നുള്ള അധികാരത്തിൽ ഞാൻ പറയുവാണ്. ആ സാഹിത്യം നിന്റെ ജീവിതത്തിൽ ഒരു ചീത്ത സ്വപ്നമായിട്ട് വന്നോ? എങ്ങനെ വന്നോ അതേപോലെ തന്നെ പോയി. ഒരു ചീത്ത അധ്യായം കഴിഞ്ഞു. ഇനിയിപ്പോ നീ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കണം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ മുത്തശ്ശി പറയുന്നേ? നിന്റെ സിദ്ധാന്തം എന്ത് വേണമെങ്കിലും ആയിരിക്കാം, പക്ഷെ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. നിന്റെ വയസ്സും നിൽക്കില്ല. നീ ഇപ്പോഴെങ്കിലും ഒരു കല്യാണത്തെ പറ്റി ആലോചിക്കാത്തത് എന്താണ്? ആലോചിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ അതിനാ കഴുത റെഡി ആവണ്ടേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എനിക്ക് പെണ്ണ് കിട്ടണ്ടേ മുത്തശ്ശി? നിന്റെ മനസ്സ് മനസ്സിലാക്കിയവള് കണ്ണു മുന്നേ ഉള്ളപ്പോ നീ എന്തിനാ നാടെല്ലാം തേടി നടക്കുന്നത്? കണ്ണു തുറന്ന് നോക്ക്, നിന്റെ മനസ്സ് തന്നെ നിനക്ക് ഉത്തരം തരും. ഇങ്ങനത്തെ കാര്യങ്ങളെ ലേറ്റ് ആക്കാനേ പാടില്ല. എത്രയും പെട്ടെന്ന് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, മനസ്സിലായോ? അല്ല, എന്റെ മനസ്സിലാ കഴുതയുണ്ട്. ഞാൻ അവളോട് ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി കഷ്ടപ്പെടുമെന്ന് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി? ഈ ജനറേഷനിലെ പിള്ളേർ മാത്രമല്ല, വയസ്സായ എന്റെ മുത്തശ്ശിയും ഫാസ്റ്റ് അല്ലേ? മേ ബി ഞാൻ മാത്രമായിരിക്കും ഇത്രയും സ്ലോ. അതെ, എല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ യുദ്ധത്തിനൊന്നും പോവല്ല, ജോലിക്ക് പോവല്ലേ. താങ്ക്സ് മക്കളെ, ഒരുപാട് സന്തോഷായിട്ട്. നിങ്ങൾ എല്ലാരെക്കാളും ധൈര്യമുള്ള ആളാണെങ്കിൽ പുറത്തെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ആർക്കാണ് വയ്യാത്തത്, ആർക്ക് എന്ത് പറ്റുമെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ ജോലിയിൽ തടസ്സം വരാതെ എല്ലാ ദിവസവും ഇറങ്ങി ജനങ്ങൾക്കിടയിൽ ജോലി ചെയ്തതുകൊണ്ടാ ജോലിക്ക് പോകുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എല്ലാ ദിവസവും സമയത്ത് തന്നെ എത്താൻ സാധിച്ചത്. വി ആർ റിയലി പ്രൗഡ് ഓഫ് യു അങ്കിൾ. താങ്ക്സ് കണ്ണ. നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല അഭിമാനമുണ്ട്. നിങ്ങളുടെ ആലോചനകളെല്ലാം ഞങ്ങളെക്കാൾ ഒരുപടി മുന്നിലല്ലേ. നിങ്ങൾ ഞങ്ങളിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തിനും അഭിമാനത്തിനും ഞങ്ങൾക്ക് തിരിച്ചൊന്നും തരാൻ പറ്റുന്നില്ല അച്ഛാ. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കും. നിങ്ങളുടെ ജോലിയുടെ അവസാന ദിവസം അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്നാ വിചാരിച്ചിരുന്നേ. പക്ഷെ ഞങ്ങൾക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അയ്യോ പൊട്ടിപ്പെണ്ണ്, ഇതിനെല്ലാം ആരെങ്കിലും വിഷമിക്കുമോളെ? ഇപ്പൊ നിങ്ങളെല്ലാരും ഒരുമിച്ച് വന്ന് എന്നെ വിഷ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷല്ലേ. നാളെ മുതൽ എന്റെ സമയം മുഴുവൻ നിങ്ങൾക്കുള്ളതാ. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ നല്ല സന്തോഷത്തിലാ. ഏതാ കൊടുക്കണ്ടേ? ഇത് മിനിയെന്നല്ലേ കൊടുത്തത്?
ഇതാണെങ്കിൽ അയൺ ചെയ്തിട്ടുമില്ല. ഏത് ഉടുക്കണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ആരതി, നീ എവിടേക്കെങ്കിലും പോകാൻ റെഡിയാവണോ? അതെ അമ്മേ, ഞാൻ വീട്ടിലേക്കൊന്നും പോയിട്ട് വരാന്ന് കരുതായിരുന്നു. അല്ല, ഇതൊക്കെ ഏത് സാരികളാ ആരതി? ഇതെല്ലാം എന്റെ സാരി തന്നെയാ. കല്യാണ സമയത്ത് അമ്മ വാങ്ങിച്ചെന്നതാ. ആരതി, നീ ഇങ്ങനെയൊക്കെ ഒരുങ്ങി നടന്നാൽ എങ്ങനെയാ? റെഡി ആയിട്ടുണ്ടെന്ന് കണ്ട പറയ പോലുമില്ല. ഏതെങ്കിലും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സാരി എടുത്തു കൊടുക്ക. എന്താ അമ്മേ, ഇതൊന്നും കാണാൻ കൊള്ളില്ലേ? ഉടുക്കാൻ ഭയങ്കര കംഫർട്ടാ ഇതൊക്കെ. ഇത് നന്നായിട്ടല്ല എന്നല്ല, പക്ഷെ കാണാനൊരു ലുക്കില്ല. നിന്റെ റിസപ്ഷനിൽ എന്റെ ഫ്രണ്ട്സൊക്കെ നിനക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിലേതെങ്കിലും ഒരു സാരി എടുത്തു കൊടുക്ക്. അതുമല്ല, നന്നായിട്ട് മേക്കപ്പും ചെയ്യണം. മേനോൻ കുടുംബത്തിന്റെ മരുമകളാ നീ, അതുകൊണ്ട് പുറത്തു പോകുമ്പോ ഒരുങ്ങി തന്നെ പോണം. അമ്മേ, സത്യം പറഞ്ഞ വിക്കിക്ക് ഞാൻ അങ്ങനെ ഒരുപാട് ഒരുങ്ങി നടക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യുന്നത്. അത് മാത്രല്ല, എനിക്കും അങ്ങനെയുള്ളതൊക്കെ കുറച്ച് അൺകംഫർട്ടബിളാ. എന്റെ മകനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടെ ആരതി? അതിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ ആൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്. നമ്മൾ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ ആരതി? ആദ്യേ കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് വിളിക്കേ. വിക്കി കണ്ടിട്ട് ഇതെന്റെ ഭാര്യയാണോ എന്ന് അവനെ അതിശയിച്ചു പോണം. ആ രീതിയിൽ നീ റെഡിയാവണം. ട്രസ്റ്റ് മീ ആരതി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ റെഡിയാവും. ശരി അമ്മേ. അമ്മേ, അമ്മേ, ഞാൻ ഏട്ടത്തിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. ഈ വൃത്തികെട്ട ഇമാജിനേഷന് സമയമില്ല കാലവുമില്ല. അല്ല, വന്ന് വന്ന് ഈ കള്ളച്ചെറുക്കനെ എന്റെ വീട്ടിൽ വരെ കാണുന്ന രീതിയിലായി ഇമാജിനേഷൻസ്. അമൂല്യ, ഇമാജിനേഷന്റെ സമയത്ത് സംസാരിക്കാൻ പറ്റുമോ? അതെനിക്ക് കേൾക്കാനും പറ്റുമോ? ഞാൻ വിളിച്ചത് കേട്ടില്ല നീ? ഈ കള്ളച്ചെറുക്ക് ശരിക്കും വീട്ടിൽ വന്നതാണോ? പ്രണയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എന്തൊക്കെയാ കാണുന്നേ? തല ഹാർട്ട് അറ്റാക്ക് ആവുന്നതൊഴിച്ചാ ബാക്കി എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണെന്നാ വിചാരിച്ചിരുന്നേ. പക്ഷെ കണ്ണ് ചെവിയായി, ചെവി മൂക്കായി, വായി ചെവിയാവുന്ന രീതിയിൽ നശിച്ചു പോകുന്ന ഞാൻ കരുതിയതേയില്ല. നീ എന്താ ഇങ്ങനെ ഓരോ കോപ്രായം കാണിക്കുന്നത്? ഭ്രാന്ത് പിന്നെയും കൂടിയോ? നീ ശരിക്കും വന്നതാണോ? വെറുതെ കണ്ണിരുന്ന് തിരുമ്പണ്ടാന്ന്. ഹലോ, എക്സ്പെക്ടേഷൻ ഇല്ലാതെ മുമ്പിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് മാത്രല്ല, ഇത് എന്റെ കണ്ണ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന് നിങ്ങൾക്ക് എന്താ? സിറ്റുവേഷൻ ശരിയല്ല. കണ്ണും മൂക്കും വായൊക്കെ നിന്റെ തന്നെയാ എന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊടാൻ പാടില്ല. കൊറോണ വരില്ലേ? തീരെ താഴ്ന്ന ലെവലില് ഡയലോഗ് അടിക്കണമെങ്കിൽ അത് നിനക്ക് മാത്രമേ പറ്റൂ. നീ ഇപ്പൊ ഇവിടെ വന്നതും സത്യം തന്നെയാ. ഞാൻ അതിന് വന്നില്ലെന്ന് ആരാ പറഞ്ഞേ? നിന്റെ മനസ്സിന്റെ ഒരു തോന്നലല്ലേ? ഓഫ് കോഴ്സ് ഞാനിപ്പോ വന്നിട്ടുണ്ട്. എന്താ വരാൻ പാടില്ലേ? വരാൻ പാടില്ലെന്നല്ല പറഞ്ഞേ, ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അത്രേ ഉള്ളൂ. നീ എന്താ ഇവിടെ? ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കാൻ ഇങ്ങോട്ടേക്കെന്നല്ല, എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ പോകും. ഇന്നലെ ഞാൻ എത്ര ക്ലിയർ ആയിട്ട് നിന്നോട് പറഞ്ഞത് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. ഞാനും അത് ക്ലിയർ ആയിട്ട് തന്നെ കേട്ടായിരുന്നു. കേട്ടിട്ടാണോ നീ എന്താ ഏതാന്നൊന്നും ചോദിക്കാതെ എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയത്? അത് ആക്ച്വലി ഇനി ഒരു പുതിയ കഥ ഉണ്ടാക്കണ്ട. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് മൂല്യ. അതുകൊണ്ടാ ഞാൻ ഈ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത്.
തിരക്ക് ഇവൻ വീട് വരെ വന്നല്ലോ. അല്ല, ഇവൻ സംസാരിക്കുന്ന കേട്ടാ ഇവൻ ഇപ്പൊ തന്നെ എന്നോട് ഐ ലവ് യു പറയാനാ വന്നിരിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നേ. അയ്യോ, സർപ്രൈസ്! സർപ്രൈസോ? എന്തിനാ ചേട്ടാ? എന്താ അമ്മോ, ഇതുവരെ ചേട്ടൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? പ്രപ്പോസ് ചെയ്യുന്ന കാര്യം അവിടെ എല്ലാരോടും പറഞ്ഞിട്ടാണോ ഇനി വന്നിരിക്കുന്നേ? പക്ഷേ ഇവൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാനാണോ? എന്റെ ദൈവമേ. അമ്മോ, എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ചേട്ടനൊന്നും പറഞ്ഞില്ല ഇതുവരെ. ഇന്ന് ചെറിയ റിട്ടയർ ആവുന്നുണ്ടല്ലോ, അതുകൊണ്ട് പാട്ട് ഇവിടെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വേഗം വന്നു. ഐറ്റംസ് എല്ലാം കാണാം. എങ്ങനെയുണ്ടപ്പോ ചേട്ടന്റെ സർപ്രൈസ്? അല്ല, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഇത്രയും വർഷം ജോലി ചെയ്തതല്ലേ? ഇത്രയും വർഷമായിട്ടും ജോലി എന്ന് പറഞ്ഞ് തന്നെ ജീവിച്ചോണ്ടിരുന്നത്. അങ്ങനെയുള്ളപ്പോ അത് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ വേറെ ഒന്നുമില്ലെന്നറിയുമ്പോ ആർക്കാണെങ്കിലും ഹേർട്ട് ആവില്ലേ അതിഥി? അച്ഛൻ ഈ കാര്യത്തിന്റെ പേരിൽ ഒരു കാരണവശാലും ഫീൽ ആവാൻ പാടില്ല. അവർ ഇത്രയും വർഷം ജോലി ചെയ്തതിന് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യെങ്കിലും വേണ്ടേ? അത് നമ്മുടെ കടമയല്ലേ? നിക്ക്, ഞാൻ വീട്ടിലേക്ക് വരാം. പിന്നെ അദ്ദേഹം എന്റെയും കൂടെ അച്ഛനാ. അതിഥി, അമ്മേ. ഇവനെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കാ പറ്റുക? എങ്ങനെയുണ്ട് ചേട്ടൻ? ഇപ്പോഴാണ് നിന്റെ ചേട്ടൻ ഒരു ആൺകുട്ടിയായിരുന്നു. അല്ല മുല്ല. മതി, വാ. വിക്കി ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. വിക്കിയുടെയും ആരതിയുടെയും ഇടയ്ക്ക് ഒരു കനലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത് കത്തിപ്പടരുന്നത് കാണാൻ ഞാൻ വീട്ടിലില്ലെങ്കിൽ അതിലെന്താ പിന്നെ ഒരു രസമുള്ളത്? ശരിക്കും ആരതി ഒരു മണ്ടി തന്നെ. എന്ത് പറഞ്ഞാലും മുന്നും പിന്നും ചിന്തിക്കാതെ അത് കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. പിന്നെ വിക്കി, അവനും ഇങ്ങനെയൊക്കെ തന്നെയാ. ഒരു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാറേയില്ല. ഇവര് രണ്ടുപേരും എന്ത് കണ്ടിട്ടാ പ്രണയിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. രണ്ടു പേർക്കും എന്താ നടക്കുന്നതെന്നറിയില്ല. കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കേയില്ല. സ്റ്റാറ്റസ് മാറ്റേഴ്സ് എന്നൊക്കെ ഞാൻ വെറുതെ പറയാണെന്നാണോ? ഈ മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഹൈ ക്ലാസ് ആൾക്കാരുടെ കൾച്ചർ എന്താണെന്നറിയില്ല. അതിലും ഈ സുഹാസിനി മേനോൻ കണ്ണുവെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇന്ന് എന്റെ മനം കുളിർക്കെ കാണാൻ കിട്ടിയ ഇങ്ങനെ ഒരു അവസരം അത് പാഴാക്കരുത്. ഈ ഡ്രൈവർ ഇതെവിടെ പോയിരിക്കാണോ ആവോ? സുരേഷ് ചേട്ടാ, വണ്ടി കുറച്ചുകൂടെ മുന്നിലേക്ക് ഇട്. അമ്മയോട് സംസാരിച്ചിട്ട് ഞാൻ അമ്മയെ അങ്ങോട്ടേക്ക് ആക്കാം. നമസ്കാരം സുഹാസിനി അമ്മേ. ഇപ്പൊ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അമൂല്യയുടെ ഐ ലവ് യു എന്ന് പറഞ്ഞാലോ?
നോ നോ, ആദ്യം പറഞ്ഞു തന്നെയാ ശരി. ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ പാടില്ല. ഇവൻ എന്തായിരിക്കും ഈ ചിന്തിച്ചോണ്ടിരിക്കുന്നെ? വളരെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ നോക്കുമ്പോ എന്തെങ്കിലും ഒരു തടസ്സം കയറി വരും. ഇത്രയ്ക്ക് നല്ലവനായിട്ടിരിക്കാൻ ഇവനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. അച്ഛനു വേണ്ടി ഇവൻ ഇത്രയൊക്കെ ചെയ്തില്ലേ? ഞാൻ ഇവനോട് എങ്ങനെയാ താങ്ക്സ് പറയണ്ടേ? അല്ല, ഇനി ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ എത്ര ദിവസം കാത്തിരിക്കണാവോ? അവൻ എന്നെ പ്രണയിക്കുന്നില്ലായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ശരിക്കും ജമ്മ ഇവൻ. ഇത്രയ്ക്കും നല്ലവനെ തമാശയ്ക്ക് പോലും പറ്റിക്കാൻ എനിക്ക് തോന്നുന്നേയില്ല. അമൂല്യ, അമ്മോ, വേദാന്ത്, നീ എന്താ പോനെ ഇവിടെ? ഞാൻ മാത്രമല്ല അച്ഛ, ആദ്യം സിദ്ധാർത്ഥും എല്ലാരും ഉണ്ട്. കുറച്ചു കഴിഞ്ഞ വിക്രാന്തും അരതിയും എത്തും. എല്ലാവരും വരുന്നുണ്ടെന്ന് കേട്ടപ്പോ ഒരു സന്തോഷം. പക്ഷേ ഇതൊക്കെ എന്തിനാ മക്കളെ? അയ്യോ അച്ഛ, ആ, ഇതൊക്കെ അച്ഛാ, ഇപ്പൊ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ പറഞ്ഞുതരാം. നടക്കും. വരൂ വരൂ വരൂ. എന്താ നടക്കൂ അച്ഛാ, ഇങ്ങോട്ട് നടന്നേ. അല്ല, ഇവൻ എന്തിനാ അച്ഛനെ വിളിച്ചോണ്ട് പോകുന്നേ?